അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാമിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഒരു അതിഭീകര കാമുകൻ എന്ന പുതിയ സിനിമയുടെ പൂജയുടെ ആ ഒരു വേളയിലാണ് കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിജയിനെ കാണാനായിട്ട് ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം നടത്തിയ ഒരു നടത്തമുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. വിജയിനെ കണ്ടു. അത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സംശയമുണ്ട്. ആ സംശയം എനിക്കുമുണ്ട്. കാരണം ഞാൻ വിജയണ്ണനെ അവിടെ കണ്ടിട്ടുള്ള പച്ചയായ ഒരു മനുഷ്യനെ ഞാനവിടെ കണ്ടു. ഒരു ജാടയാകങ്കാരുടെ സിനിമയിലൊന്ന് ജീവിതത്തൊന്ന് അങ്ങനെയല്ല, എപ്പോഴും ഒരേപോലെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ വയസ്സായവർ വരെ ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ വിജയണ്ണൻ അതേപോലെ ഒരു പച്ചയായ ഒരു മനുഷ്യനാണ്. പലരും പറയുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ മലയാളികളെ പറ്റിക്കുകയാണ്, വിജയിനെ കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം, അതിൻ്റെ ഒരു തെളിവ് പോലും ഉണ്ണിക്കണ്ണൻ പുറത്തു വിട്ടിട്ടില്ല. അപ്പം അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് നമ്മുടെ പ്രേക്ഷകരും ആ തെളിവ് പറഞ്ഞാൽ ഞാനൊരു 2-3 വീഡിയോ പാട്ട് വെച്ചിട്ടിട്ടുണ്ട്. അത് വിജയണ്ണൻ എടുത്തു തന്ന റൂമാണ്. പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ സ്നേഹം കൊണ്ട് അവർ എടുത്തു തന്നു. 2 ദിവസം അവിടെ ഉണ്ടായി, 1.5 ദിവസം 2 ദിവസം അവിടെ ഉണ്ടായി. നനച്ച ട്രെയിൻ എടുത്തു വന്നു. പച്ചയായ ഒരു മനുഷ്യനെ കണ്ട്. ഇപ്പോൾ തെളിവ് ഉണ്ണിക്കണ്ണൻ്റെ കയ്യിലില്ല. അധികം വൈകാതെ പടത്തിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞാൽ ആ ഫോട്ടോയും വീഡിയോയും വരും. എന്തായാലും തമിഴ്നാട് കേരളം ലോകം മൊത്തം എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നുണ പറഞ്ഞ് പറ്റിച്ചിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മളൊരാളിനെ പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ അതിന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മളത് ഭയങ്കര നമ്മൾ ലോകത്തുള്ളവർ ചതിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ദൈവം തിരിച്ചു തരും. ആരും നമ്മൾ വേദനിപ്പിക്കാതെ സന്തോഷമായിട്ട് പോവുക. ഈ പൈസ പറയുന്നത് നമ്മൾ ഒരുപാടുണ്ടായിട്ട് നമ്മൾ ആരും നോക്കാതെ പൈസ വന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരുപടി കാശുണ്ടെങ്കിൽ ഒരുപടി ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഹാപ്പിയാക്കി സന്തോഷം. ഈ ആത്മാവ് എപ്പോൾ വേണമെങ്കിൽ ബലൂണ് പൊട്ടും പോലെ പൊട്ടിപ്പോണുള്ളൂ. സന്തോഷമായിരിക്കുക. ദിലീപ് സെറ്റിലെങ്ങാനും പോയിട്ടില്ല. അല്ല, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അവിടെ ഞാനൊരു സാധാരണക്കാരൻ, അതൊന്നും നടക്കുന്ന എനിക്ക് അറിയില്ല. പക്ഷെ ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടാ. ഈ മൂവിയിൽ അഭിനയിക്കുന്നുണ്ടോ? അതിഭീകര കാമുകൻ ആ മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്? അതും അറിയില്ല. പൂജയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഭാഗ്യം പോലെയാണ്, ഒന്നും അറിയില്ല. അപ്പോൾ ഡയറക്ടറും പിന്നെ ശരത്തേട്ടവരും ഒക്കെ പരിചയമുണ്ട്. ലുക്കൊക്കെ പരിചയമുണ്ട്. അപ്പോൾ പടത്തിൻ്റെ പൂജ ഇവിടെയാണ് പറഞ്ഞു വന്നാണ്. ചാൻസ് ചോദിക്കാൻ തന്നെ വന്നാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നത് ദിലീപേട്ടൻ്റെ. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. ഈ 4ാം ക്ലാസ്സുകാരൻ അതൊന്നും നടക്കുമെന്ന് അറിയില്ല. അല്ല, വിനീതേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വില്ലനായിട്ട് റോളിന് വിനീതേട്ടൻ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഇപ്പൊ പാലക്കാട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചപ്പോ എന്നെ വിളിച്ചു. അപ്പോൾ വർഷങ്ങളായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞു നീ പാലക്കാടിന്റെ റൂമിൽ പോയി ഒരു അരമണിക്കൂറോളം സംസാരിച്ച്. അല്ലാണ്ട് അത് പറഞ്ഞിട്ടിപ്പോ ഒരിക്കലും ഇല്ല. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അല്ല, നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ അത് കിട്ടാത്ത കാര്യം നമ്മൾ കിട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലേ. വിനീതേട്ടനായിട്ട് വർഷങ്ങളായിട്ട് പരിചയം. ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ എന്നെ വിനീതേട്ടൻ വിളിച്ചു. വിനീതേട്ടനെ റൂമിൽ വിളിച്ചു. അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. എൻ്റെ അനുഭവമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പുതിയ പടം ഇപ്പോൾ അത് ദുബായിലാണ്. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാൻ. അപ്പൊ എന്തായാലും വിജയുടെ കൂടെയുള്ള ആ വീഡിയോ ഫോട്ടോസൊക്കെ അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ പുറത്ത് വിടാനുള്ള ഒരു ഭാഗ്യം, അത് കാണാനുള്ള ഭാഗ്യം ജനങ്ങൾക്കും കൂടി കിട്ടട്ടെ. പുറത്ത് വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ എല്ലാവരും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പടത്തിലൊരു നടനെ അഭിനയിക്കുന്നത്, നമ്മൾ ആ നടനെ പരിചയമുണ്ടെങ്കിൽ നമ്മളവിടെ കാണാൻ വീട്ടിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ പോയി കാണും. എല്ലാവരും അവരുള്ള പടത്തിലുണ്ട്, ഇവരുള്ള പടത്തിലുണ്ട്. എല്ലാവർക്കും സംശയമാണ്. നമ്മളത് സംശയിക്കണ്ട. അപ്പോൾ നമ്മൾ ആ പരിചയബന്ധത്തിലാണ് നമ്മളവിടെ പോയിട്ട് കാണാൻ പോണത്. വർഷങ്ങളായിട്ടുള്ള അടുപ്പാണ് വിനീതേട്ടനാണ്. എന്നെ ഒരു സ്വന്തം അനിയനെ പോലെ എന്നും ചേർത്ത് പിടിക്കുന്ന, എന്നെക്കൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം ചേർത്ത് പിടിക്കുന്ന അത്രയും സ്നേഹമാണ്. റൂമിക്ക് വിളിച്ച് അതൊക്കെ ഒരു സ്നേഹബന്ധം കൊണ്ടാണ്. രക്തബന്ധം പോലെ ചെയ്യാത്ത കാര്യം. പണ്ട് തൊട്ടേ ഉള്ള സപ്പോർട്ടാണ്. വിനീതേട്ടൻ്റെ ഇന്ന് കൈനീട്ടം വാങ്ങിയിട്ടാണ് തുടങ്ങുക. കൈനീട്ടം ഭയങ്കര ഒരു എനർജി പവറാണ്. അപ്പോൾ വിനീതേട്ടൻ്റെ പണ്ട് തൊട്ടേ തന്നെ ഒരു അനിയനെ പോലെ ചേർത്ത്, ആ സ്നേഹം ഒരു അനിയനെ പോലെ ചേർത്ത് ഇപ്പോഴും ഉണ്ട്. അതുപോലെ എല്ലാ നടന്മാരാണ്. ഇപ്പോൾ വിനയ് ഫോർട്ടേട്ടനായിക്കോട്ടെ, പിന്നെ
ടിനിച്ചേട്ടൻ, അങ്ങനെ പാഷൻ ഷാജിയേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. സിനിമ മേഖലയിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ചാൻസ് ചോദിക്കാറുണ്ട് എല്ലാവരും. ഇപ്പോൾ അതുപോലെ സിന്ധു സണ്ണി ആയിട്ട് അങ്ങനെ നിരവധി ആളുകൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ സുഹൃത്ത് ബന്ധം പറഞ്ഞ് നമ്മൾ അങ്ങനെ പോവുകയാണ്. അതിവിടെ യാക്കരയിൽ ഗാനമേളയ്ക്ക് വന്നിട്ടുണ്ട് വിനീതേട്ടൻ. അങ്ങനെ ഞാൻ വിളിച്ചു. അപ്പോൾ കാണുമ്പോൾ നീ അങ്ങോട്ട് വാ പറഞ്ഞ എന്നെ റൂമിലേക്ക് വാ പറഞ്ഞ ഞാൻ അരമണിക്കൂർ സംസാരിച്ചു.